നമസ്കാരം. വി.ഡി. ബിൻഡോയ. പ്രിയമുള്ളവരെ, ഈ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലേക്ക് കിടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് വേണ്ടി പോലും അമേരിക്കയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 90കളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ A.K. ആന്റണി അന്ന് കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ അമേരിക്കയിലെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ലോകത്തിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ നമ്പർ 1 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള റിസർച്ച് സെൻ്റർ ആയിട്ടുള്ള ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന അവരുടെ ഏഷ്യൻ ക്യാമ്പസ് കേരളത്തിൻ്റെ മുന്നാറിൽ തുടങ്ങുന്നതിന് വേണ്ടി അന്ന് ബഹുമാനായ മുഖ്യമന്ത്രി A.K. ആന്റണിയുമായി ഒരു ധാരണാപത്രം ഒപ്പിടുകയുണ്ടായി. ആ ധാരണാപത്രം ഒപ്പിടുക മാത്രമല്ല, 700 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് അന്ന് കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, 72 ഹെക്ടർ ഭൂമിയാണ് അന്ന് ആ പ്രൊജക്റ്റിന് വേണ്ടി കേരള ഗവൺമെൻറ് അനുവദിക്കപ്പെട്ടത്. എന്തായിരുന്നു അതിനെക്കുറിച്ച് CPM പറഞ്ഞത്? CPM പറഞ്ഞു, ആഗോള മുതലാളിത്ത ചാരപ്രവർത്തനമാണ് നടക്കുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ചാരപ്രവർത്തനമാണ് നടക്കുന്നത്, ഗിന്നിപ്പന്നി മരുന്ന് പരീക്ഷണമാണ് നടക്കുന്നത് എന്ന് തുടങ്ങി സാമ്രാജ്യത്വ കുത്തകകൾക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ ഒരു സമരത്തിൻ്റെ ഒരു വേലികേറ്റം തന്നെ ഈ കേരളത്തിൽ നടക്കപ്പെട്ടു. അന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പരാനഭോജികൾ എന്ന് വിളിക്കാവുന്ന മുഴുവൻ ആളുകളും, എന്തിനു പറയുന്നു, കേരളത്തിൻ്റെ ബുദ്ധിജീവിയായിട്ടുള്ള അന്നത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്ന ഡോക്ടർ B. ഇക്ബാൽ ഉൾപ്പെടെ അന്ന് ആ പദ്ധതിക്കെതിരെ കേരളത്തിൽ ഉറഞ്ഞുതുള്ളി എന്നുള്ളതാണ് വസ്തുത. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമരത്തിന് വേണ്ടി മുഴുവൻ ആളുകളുടെ സഹായവും തേടി, പണം നൽകി, ആളുകളെ സംഘടിപ്പിച്ചു. മെഡിക്കൽ മാഫിയ, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ സ്വകാര്യ മെഡിക്കൽ മാഫിയകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ആ സമരത്തിൽ അണിനിരത്തി. അതിൻ്റെ ഫലം എന്താ ഉണ്ടായിരുന്നത്? ആ ഫലം എന്ന് പറയുന്നത് ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന ആ പദ്ധതി കേരളം ഉപേക്ഷിക്കപ്പെട്ടു. അവരിവിടെ നിന്ന് ആ പദ്ധതി ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, സിംഗപ്പൂർ സർക്കാർ, അവർ പോയത് സിംഗപ്പൂരിലേക്കാണ്. സിംഗപ്പൂർ സർക്കാർ അവിടെ നിന്ന് വിമാനമയച്ച് ജോൺ ഹോപ്കിൻസ് എന്ന് പറയുന്ന ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. ഇന്ന് സിംഗപ്പൂരിൽ ലോകത്തിലെ ഏറ്റവും നല്ല റിസർച്ച് സെൻ്ററായി സിംഗപ്പൂരിൽ ഹോപ്കിൻസിൻ്റെ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന്, പബ്ലിക് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേര് കേട്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി സിംഗപ്പൂരിൽ ഇന്ന് ആ സ്ഥാപനം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിവരം നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കുതിച്ചുയരേണ്ടിയിരുന്ന ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖല തകർത്തത് ഇടതുപക്ഷ സർക്കാരാണ്, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ന് നമുക്കറിയാം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് സുശീല ഗോപാലനെ ചികിത്സയ്ക്കായി പാർട്ടി അമേരിക്കയിലേക്ക് പറഞ്ഞയച്ചത്. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇവിടെ സാധാരണക്കാർക്ക് മികച്ച രീതിയിൽ പണം കൊടുത്തിട്ടാണെങ്കിലും നല്ല ചികിത്സ കിട്ടേണ്ടിയിരുന്ന ആ ഒരു സ്ഥാപനം ഈ കേരളത്തിൽ നിന്നും പറഞ്ഞയച്ചത് ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മയെ കൂടിയാണ്. ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമസ്കാരം.